സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫാദർ ജോമോൻ കല്ലടാന്തിയിൽ. അച്ഛൻ ഹോളി ക്രോസ് കോൺഗ്രിഗേഷൻ്റെ കനേഡിയൻ പ്രോവിൻസിൻ്റെ വൈസ് പ്രൊവിൻഷ്യലായിട്ട് മോൺട്രിയാലിൽ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ റോമിൽ കോൺസെക്രേറ്റ് സമർപ്പിത ജീവിതക്കാർക്ക് വേണ്ടി നടത്തപ്പെട്ട ജൂബിലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി റോമിൽ വന്നതാണ്. അദ്ദേഹമാണ് ലോകം മുഴുവനുമുള്ള വിശുദ്ധ ആൻഡ്രേ ബെസറ്റിൻ്റെ റിലിക്കറിയുടെ കസ്റ്റോഡിയനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. വെൽക്കം ഫാദർ ജോമോൻ. താങ്ക് യു ഫാദർ ജോബി. സോ ജോമോൻ അച്ഛന് ഹോളി ക്രോസ് കോൺഗ്രിഗേഷനിലെ വൈസ് പ്രൊവിൻഷ്യലാണെന്ന് പറഞ്ഞല്ലോ, ഈ കനേഡിയൻ പ്രോവിൻസിൻ്റെ. അപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം, നിങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ആദ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ ആൻഡ്രേ ബെസറ്റ്. സോ അതിൻ്റെ ആ ഒരു കോൺഗ്രിഗേഷനിലെ അത്രയും വലിയൊരു സെയിന്റിന്റെ ഈ റെലിക്കറിയുടെ കസ്റ്റോഡിയൻ ആണെന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് പ്രിവിലേജ് ആൻഡ് ബ്ലെസ്സിംഗ്, റൈറ്റ്? യെസ്, താങ്ക് യു. സോ അച്ഛൻ്റെ ആ ശുശ്രൂഷയെ കുറിച്ചൊന്ന് പറയാം ആദ്യമേ തന്നെ, നമ്മൾ വിശുദ്ധരുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ്. ഞാൻ മോൺട്രിയോളിലായിട്ട് 18 വർഷമായി. അവിടെ എത്തുന്ന സമയത്ത് സെയിന്റ് ജോസ് ഓറട്ടറി എന്ന് പറയുന്ന വിശുദ്ധ ബ്രദർ ആൻഡ്രൂ സ്ഥാപിച്ച ഒരു ദേവാലയമാണ്. ലോകത്തിലെ യോസെഫിദാന്റെ നാമത്തിലുള്ള ഏറ്റവും വലിയ ദേവാലയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമാണ് യോസെഫിദാന്റെ നാമത്തിലുള്ളത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചത്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ 3-5 വർഷം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. പാസ്റ്ററൽ ലൈഫിലെല്ലാം ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ വന്നപ്പോഴാണ് വൈസ് പ്രൊവിൻഷ്യലായിട്ട് എലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 4-5 വർഷമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് വിശുദ്ധ ഔസേപ്പിതാവിനോട് എന്തെങ്കിലും? തീർച്ചയായിട്ടും. എൻ്റെ മാമോദീസ പേര് ജോസഫാണ്. ഈ ബ്രദർ ആൻഡ്രയെ പറ്റിയുള്ളത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി കേൾക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 15 വയസ്സുള്ളപ്പോൾ ഞാൻ പാലായിൽ നിന്നാണ്, ഒറിജിനൽ പാലായിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഹോളി ക്രോസ് സന്യാസഭ എന്നുള്ള ഒരു അച്ഛൻ വന്ന് ഈ ഹോളി ക്രോസ് സഭയെ പറ്റിയും അതിലുള്ള വിശുദ്ധരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ഫൗണ്ടർ ബ്ലസ്സഡ് ബേസിൽ മോറെ പറ്റിയും ബ്രദർ ആൻഡ്രയെ പറ്റിയൊക്കെ ഞാൻ സ്റ്റോറി പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടോ ഹോളി ക്രോസ് സഭയിൽ ചേരാൻ വേണ്ടി? അപ്പൊ ഈ ബ്രദർ ആൻഡ്രയുടെ സ്റ്റോറിയും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കൈപോക്കി അങ്ങനെയാണ് ഹോളി ക്രോസ് സഭയിലേക്ക് സന്യാസഭയിലേക്ക് തന്നെ വരുന്നത്. അതായത് ബ്രദർ ആൻഡ്രയുടെ ലൈഫ് അച്ഛനെ പ്രചോദനം ചെയ്ത് ഹോളി ക്രോസ് കോൺഗ്രിഗേഷൻ ചേരുകയും ആ വിശുദ്ധന്റെ റെലിക്ക് കയ്യിൽ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം പിന്നീട് ദൈവം അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് വലിയൊരു ദൈവത്തിന്റെ പരിപാലനമാണ്. ഒരിക്കലും അന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലെങ്കിൽ കാര്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പല സ്ഥലങ്ങളിൽ ഈ വിശുദ്ധനെ പറ്റി കൂടുതലായിട്ട് പറയാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പഠനങ്ങളൊക്കെ നാട്ടിൽ തന്നെ നടത്തി കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിൽ 7 വർഷം അവിടെ പഠിച്ചു. അങ്ങനെ ഫ്രഞ്ച് ഭാഷയിലായിരുന്നു പഠനങ്ങൾ കൂടുതൽ. അതുകൊണ്ടാണ് ഈ മോൺട്രിയോളിലേക്ക് വരാനുള്ള ഒരു കാരണമായത്. കാരണം മോൺട്രിയോൾ കിബെക്കിലാണ്, അവിടെ ഫ്രഞ്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ഫ്രഞ്ചും ഇംഗ്ലീഷും മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. ഇപ്പം മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു ഇടവക തന്നെ അവിടെ ഉണ്ട്. അച്ഛൻ, ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ചോദ്യം. ഈ വിശുദ്ധ ആൻഡ്രേ ബെസറ്റ് ആരാണെന്ന് എന്താണെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയില്ലായിരിക്കും. അപ്പൊ അതൊന്ന് അദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. ഒരു ചെറിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡ് എന്നായിരുന്നു ആളുടെ പേര്. മാതാപിതാക്കള് ക്ലോത്തിൽ ഫുവാസി ഐസക് ബെസറ്റ്. ഒരു ചെറിയ ഗ്രാമത്തില് മോസാംഗ്രിഗോർ എന്നുള്ള ചെറിയ ഗ്രാമത്തിലാണ്, ചെറിയ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്, ചെറിയ വീട്ട്. അത് ക്യുബെക്ക് കാനഡയില്. അവിടെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നു. പേരൻസിന്, മാതാപിതാക്കൾക്ക് തോന്നി ഈ കുട്ടി ജീവിക്കുകയല്ല, മരിച്ചു. അത്രയും ഫ്രജൈലായിരുന്നു, ഹെൽത്ത് ഇഷ്യൂ തന്നെ. അപ്പൊ തന്നെ അവർ മാമോദീസ കൊടുക്കുന്നു. വീട്ടു മാമോദീസ എന്നൊക്കെ നമ്മൾ പറയുന്നത് മാമോദീസ കൊടുക്കുന്നു. പിറ്റോസ് അച്ഛൻ്റെ അടുത്ത്, വിചാരിച്ചതിന്റെ അടുത്ത് കൊണ്ടുവന്നു, റെക്ടിഫൈ ചെയ്യുന്നു. പക്ഷെ ആളിങ്ങനെ വളർന്ന് വലുതായി 92 വയസ്സ് വരെ ജീവിച്ചു. 92ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. പക്ഷെ ആളുടെ ചെറുപ്പത്തില് അപ്പനും അമ്മയും മരിച്ചുപോയി. 10 വയസ്സുണ്ടായിരുന്നപ്പം ആൽഫ്രഡിന്റെ അപ്പന് ഒരു തടിവെട്ടുകാരനായിരുന്നു. തടിവെട്ടും ആശാരിപ്പണിയൊക്കെ ആയിരുന്നു. ആള് തടി മേത്ത് വീണ് മരിച്ചു. അമ്മ ട്യൂബർകുലോസ് വന്ന് 12ാം വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചുപോയി. ഇവര് 12 മക്കളായിരുന്നു. എല്ലാവരും ചെതറപ്പെട്ടു, പല സ്ഥലങ്ങളിൽ കൂടി ആയിപ്പോയി. ഈ ആൽഫ്രഡും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കും വീട്ടുകാരുടെ ഇടയ്ക്ക് ഇങ്ങനെ മാറി പല ജോലികൾ ചെയ്തു. 20ാം വയസ്സില് കാനഡയിൽ നിന്ന് വിട്ട് അമേരിക്കയിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലേക്ക് കുടിയേറി പോവുകയാണ്. അവിടെ ചെന്ന് അവിടെയും പല സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ജോലികൾ, മില്ലുകളിലൊക്കെ ജോലി ചെയ്തു.
ആരും അധികം നാൾ വെക്കില്ല, കീപ്പ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമില്ല, 2 ആരോഗ്യം പോരാ, ഒത്തിരി ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം 4 വർഷമായാലും ഇതിലേക്ക് കറങ്ങി നടന്നു. ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി 4 വർഷം അമേരിക്കയിൽ നടന്നിട്ട് പിന്നെ തിരിച്ച് കാനഡയ്ക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുടെ വിചാരിച്ചൻ ചെറുപ്പത്തിലെ വിചാരിച്ചനെ അറിയാലോ, പള്ളിയിൽ പോയിരുന്നു. ഒത്തിരി വിശ്വാസമുള്ള ആൽഫ്രഡിന് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലോട്ട്. അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ 2-3 വയസ്സുള്ളപ്പോ അമ്മയുടെ കൊന്തയിൽ പിടിച്ച് കൊന്ത ചെല്ലാൻ പഠിച്ചെന്നാ പറയുന്നത്. 2 വയസ്സുള്ളപ്പം അമ്മ പ്രാർത്ഥിക്കുന്ന പോലെ അമ്മയുടെ കൊന്തയിൽ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചത്. ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ദിവസത്തിന് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ദിവസത്തിന് സ്വന്തം അപ്പനായിട്ട് സ്വീകരിച്ചെന്ന് പറയുന്നത് 10 വയസ്സ്. അങ്ങനെ അങ്ങോട്ട് ആ ഒരു, അതായത് അമ്മ മരിച്ച ദുഃഖം പരിശുദ്ധ അമ്മയായി സ്വീകരിച്ചു മാറ്റുന്നു. അപ്പം മരിച്ച ദുഃഖം ഔസേപിതാവിനെ സ്വന്തം അപ്പനായിട്ട് സ്വീകരിക്കുന്നു. അതാണ് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. അത്ര ഡിവോഷനാണ്, അത്ര ഭക്തിയാണ്. അച്ഛനെ കാണുന്നു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ബ്രദറായി സന്യാസ സമൂഹത്തിൽ എവിടെയും ചേർന്നാക്കുള്ള ആഗ്രഹമുണ്ടെന്ന്. അത് ഏകദേശം 24-ാമത്തെ വയസ്സിൽ. അപ്പൊ അച്ഛനെ കുഴപ്പമില്ല, എനിക്ക് തന്നെ അറിയാം, ചെറുപ്പത്തിലോട്ട് അറിയാം, ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് തന്നെ അറിയാം. അതായത് അങ്ങനെ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് ഒരു വലിയൊരു ലോകം കണ്ട് അത് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഉൾവിളി തീർച്ചയായിട്ടും. അച്ഛൻ പറഞ്ഞു എന്നെ സഹായിക്കാം, എവിടെയെങ്കിലൊക്കെ പോയി ആസ്ക്, എല്ലാവരും ചോദിക്കുക, എവിടെയെങ്കിലും റിലീജിയസ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, പല കമ്മ്യൂണിറ്റികളുണ്ട്, സന്യാസികളോട് പോയി ചോദിക്കുക, ആരെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആരും എടുത്തില്ല ആളെ. കാരണം ആൾക്ക് കരിക്കുലം വിത്തയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ആർക്കും വേണ്ട. തിരിച്ച് അച്ഛന്റെ വിചാരിച്ചന്റെ പേര് ആൻഡ്രോ എന്നായിരുന്നു. ആൻഡ്രോ പ്രൊവൻസാൽ. അച്ഛന്റെ അടുത്ത് ചെല്ലുന്നു, അച്ഛനോട് പറയുന്നു ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ എടുക്കുന്നില്ല, അച്ഛനെ ഞാൻ സഹായിക്കാവോ? അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും, നീ ഒരു നല്ല വ്യക്തിയാണ്, നീ പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, തീർച്ചയായിട്ടും സഹായിക്കാം. അച്ഛനൊരു നല്ലൊരു എഴുത്തെഴുതാണ്, ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുന്നു. ഈ എഴുത്തിന്റെ അകത്ത് അച്ഛൻ എഴുതി സുപ്പീരിയർ പ്രൊവിൻഷ്യലെ ഈ കോൺഗ്രിഗേഷൻ ഹോളി ക്രോസ് സന്യാസഭയിലെ പ്രൊവിൻഷ്യലാണ് ഈ എഴുത്ത് എഴുതുന്നത്. അച്ഛന് ഈ പ്രൊവിൻഷ്യലിനെ അറിയാമായിരുന്നു. ഈ എഴുത്തിന്റെ അകത്ത് പറയുന്നു ഇയാൾക്ക് ഈ ചെറുപ്പക്കാരനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഇയാളെ അറിയാം ചെറുപ്പത്തിലോട്ട്. എഴുത്തിന്റെ അവസാനം എഴുതി ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു വിശുദ്ധനെയാണ്, അതുകൊണ്ട് ഇയാളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ ഒപ്പിട്ട് കൊടുക്കുന്നു. വാസ്തവത്തില് ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തില് അവഗണിക്കപ്പെട്ട വ്യക്തി, ഒന്നുമില്ലാത്തവര്, അങ്ങനെയുള്ളവരെ ദൈവം എത്ര അത്ഭുതകരമായിട്ട് പിക്കപ്പ് ചെയ്ത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ലയോ 14 മാർപ്പാപ്പയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്പസ്തോലിക് എക്സോർട്ടേഷൻ ദിലിക്സിത്തെ, അത് ഐ ഹാവ് ലവ്ഡ് യു, അത് എടുത്തിരിക്കുന്നത് വെളിപാട് 3:9 നിന്നാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന വചനം യു ആർ ലിറ്റിൽ ബട്ട് ഐ ഹാവ് ലവ്ഡ് യു, ഐ സ്റ്റാൻഡ് ബൈ യു. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞ സെയിന്റ് ആൻഡ്രയുടെ ലൈഫിൽ നോക്കുമ്പോഴല്ലേ. കാരണം ഒരു യോഗ്യതയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ആർക്കും വേണ്ടാതിരുന്ന ആ ഒരു ജീവിതത്തെ ദൈവം കൈകളിലേക്ക് എടുക്കുകയാണ്. പിന്നെ നയിക്കുന്നത് ദൈവമാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുന്നത്. ആത്മാവ് നയിക്കുകയാണ്. ഈ എഴുത്തുമായിട്ട് മോൺട്രിയൽ പോകുന്നു, അവിടെ സ്വീകരിച്ചു, ഈ സന്യാസ സമൂഹത്തിൽ ഹോളിക്രോസിൽ എടുക്കുന്നു. ഒറ്റ കാരണം ഈ എഴുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നുള്ള എഴുതിയിട്ടുണ്ട്. എഴുത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിശുദ്ധനായ ചെറുപ്പക്കാരൻ. ഒരു വിചാരിച്ചിന്റെ ഒക്കെ എഴുത്ത് അന്ന് അങ്ങനെ കിട്ടുക, അന്ന് കാലത്ത് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞാൽ ഇന്നോവേഷന്റെ 1 വർഷത്തെ പഠനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവിടെ പേര് മാറ്റുകയാണ്, ഈ ആളുടെ പേര് മാറ്റുന്നു. ഈ ആൽഫ്രഡ് എന്നുള്ള പേര് ആൻഡ്രേ എന്നാക്കുകയാണ്. കാരണം ആൻഡ്രേ എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ എഴുത്ത് എഴുതി കൊടുത്തത്. അപ്പൊ ആളുടെ പേര് ഇങ്ങോട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കടപ്പാട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ജോൺ പോൾ 1 മാർപ്പാപ്പ തിരുസഭയിലെ അദ്ദേഹം ആ പേര് സ്വീകരിക്കാനുണ്ടായ കാരണം ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചത്. അതിനു മുമ്പുണ്ടായിരുന്ന തന്റെ പ്രൊഡ്യൂസേഴ്സ്, അതായത് 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ ജോൺ 23 അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നു. പിന്നെ വരുന്നത് പോൾ 6 മാർപ്പാപ്പ. അതിനുശേഷമാണ് ഈ മാർപ്പാപ്പ ഇലക്ട് ചെയ്യപ്പെടുന്നത്. വെറും ഒരു 31 മാസം അദ്ദേഹം ജീവിച്ചിരുന്നു. പക്ഷെ തൻ്റെ മുൻഗാമികൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ഓർത്തിരിക്കുകയും അതിന് നന്ദി സൂചകമായിട്ടാണ് ഈ ജോൺ പോൾ 1 എന്നുള്ള പേര്. പിന്നീട് ജോൺ പോൾ 2 തൻ്റെ മുൻഗാമിയായ ജോൺ പോൾ 1 ആദരിക്കാൻ വേണ്ടി
ജോൺ പോൾ രണ്ടാമൻ എന്നുള്ള പേര് സ്വീകരിച്ചു. അതൊരു എന്നെ ഒരു സ്പർശിച്ചു. ആ സ്പിരിച്വൽ ഫാദറിന്റെ പേര് അദ്ദേഹം സ്വീകരിച്ചു. ആൽഫ്രഡ് ബിക്കെയിം ആൻഡ്രെ, ബ്രദർ ആൻഡ്രെ ബെസറ്റ്. അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ ഉത്തരവാദിത്വം ഒരു വാതിൽ സൂക്ഷിപ്പുകാരനായിട്ട്. കാരണം അദ്ദേഹത്തിന് വേറെ കഴിവില്ല, വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് ഒരു പൊട്ട ജോലി തന്നെ സഭ കൊടുത്തു പറയാം. തീർച്ചയായിട്ടും പൊട്ട ജോലിയാണ്, ഭയങ്കര വലിയ ജോലിയായി അതെന്ന് അദ്ദേഹം കണ്ടു. കാരണം ഈ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അതിലേക്ക് കടന്നു പോകുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, അവരെ സുഹൃത്തുക്കളാകുന്നു. ആദ്യം ഒരു പടി, അതായത് വിശുദ്ധിയിലേക്കുള്ള ഒരു ആദ്യ പടി എന്ന് പറയുന്നത് നമ്മള് ഒരു സുഹൃത്തായി തീരുക എന്നുള്ളത്. അതായിരുന്നു ബ്രദർ ആൻഡ്രയുടെ ഒരു രീതി. ആദ്യം ഒരു സുഹൃത്തായി തീരുക, പിന്നെ ഒരു സഹോദരനായി തീരുക, പിന്നെ ഒരു സെയിന്റ് ആയിട്ട്, വിശുദ്ധനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക്. അപ്പൊ എല്ലാവരുടെയും ഒരു സുഹൃത്തായിട്ട്, എല്ലാവരുടെയും അടുത്തുകൂടെ ഇടപഴകി, എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അവരെയൊക്കെ വിളിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഈ സ്റ്റുഡൻസ് ഒക്കെ പ്രാർത്ഥിക്കുന്ന അവർക്കൊക്കെ അനുഭവങ്ങൾ, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. വിശുദ്ധ യോസേപ്പ് മാധ്യസ്ഥലാണ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം ബ്രദർ ആൻഡ്രെ പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ അവിടെ ഒരു പള്ളി പണിയാനായിട്ട്, ദേവാലയം പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ദേവാലയം 1904 പണിയുകയാണ്. അത് ബ്രദർ ആൻഡ്രയാണ് പണിയുന്നത്. ബ്രദർ ആൻഡ്രയും ആൻഡ്രയുടെ സുഹൃത്തുക്കളും. അതെങ്ങനെ പണിത സ്റ്റോറി അതിന്റെ പിന്നിലുണ്ടോ? അത് ഞാൻ എവിടെ വായിച്ചത്, ഈ ആൻഡ്രെ മറ്റുള്ളവരിൽ നിന്നും ചെറിയ ചെറിയ ജോലി ചെയ്ത് കിട്ടിയ കാശ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കുഞ്ഞിക്ക തീർച്ചയായിട്ടും ഒരു ഓറട്ടറി പോലെ പണിതെന്ന് കേട്ടു. തീർച്ചയായിട്ടും ഒരു ചെറിയ പള്ളിയായിട്ട് പണിത്. അത് ഈ മുടി വെട്ടി കൊടുക്കുമ്പോഴും ചെരുപ്പൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചിട്ട് അതുകൊണ്ടാണ് പണി കാണുന്നത്. പിന്നെ കുറച്ച് ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് പുതുക്കി പണിയാൻ വേണ്ടി അത് ആ ചെറിയ പള്ളി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോൺട്രിയലിൽ ഒത്തിരി മഞ്ഞ് പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തണുപ്പുണ്ട്. അപ്പം ആയിരക്കണക്കിന് ആൾക്കാർ പുതിയ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. അവിടെ ബ്രദർ ആൻഡ്രെ രണ്ടാമത്തെ ഉത്തരവാദിത്തം കിട്ടി. ബ്രദർ ആൻഡ്രെ പള്ളിയുടെ ഇൻചാർജ് ആയിട്ട് വിട്ടു, ഗാർഡിയൻ ഓഫ് ദി ഓറട്ടറി. അദ്ദേഹം പണിത ആ ഓറട്ടറിയുടെ ഇൻചാർജ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഇൻചാർജ് ആയിട്ടത്തേക്ക് ഒരു അച്ഛനെ, ഒരു വൈദികനെ കൂടുതൽ ചോദിച്ചു. കാരണം ബ്രദർ ആൻഡ്രെ എപ്പോഴും വിശ്വസിച്ചത്, ആൾക്കാരെല്ലാവരും പറയുന്നത് യു ആർ ദി മിറക്കിൾ മാൻ, അതായത് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയായിരുന്നു. പക്ഷെ ബ്രദർ ആൻഡ്രെ ഞാനല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, ദൈവമാണ്, ഈശോയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ യോസേപ്പ് നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഒരു വൈദികനെ തരണം, വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിക്കണം, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ഈശോയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയിൽ വിശ്വാസം, ദൃഢമായ വിശ്വാസമായിരുന്നു ബ്രദർ ആൻഡ്രയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു വൈദികനെ ചോദിച്ചു. ഇപ്പൊ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, വൈദികരെല്ലാവരും ബിസിയാണ്, അച്ഛന്മാരെല്ലാവരും ബിസിയാണ്, അവർക്കെല്ലാം പള്ളികളുണ്ട്, അങ്ങനെ തരാൻ പറ്റിയില്ല. ബ്രദർ ആൻഡ്രെ തനിച്ചു പോകും. പക്ഷെ ബ്രദർ ആൻഡ്രെ പറഞ്ഞു തനിച്ചു പോകാൻ പറ്റിയില്ല. അപ്പം സുപ്പീരിയർ പറഞ്ഞു, എന്നാൽ ശരി, ഒരു അച്ഛനുണ്ട്, പക്ഷെ അച്ഛനൊരു പ്രശ്നം, അച്ഛന് കണ്ണ് കാണത്തില്ല, 2 കണ്ണ് കാണത്തില്ല. അച്ഛന് കുർബാന എല്ലാം പറ്റിയില്ല, ബൈബിള് വായിക്കാൻ പറ്റിയില്ല. അച്ഛനാണെങ്കിൽ എടുത്തോ. അതായത് നമ്മുടെ ആർക്കും വേണ്ടാത്ത, പിന്നെ പണ്ട് ദൈവവിളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ അച്ഛന്മാര് പോകുമ്പോഴേ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവനെ വേണമെങ്കിൽ കൊണ്ടുപോക്കോ, കുരുത്തം കേട്ടവനാണ് എന്ന് പറഞ്ഞാല് അച്ഛനെടുത്താൻ പറഞ്ഞു. അപ്പം ബ്രദർ ആൻഡ്രെ പറഞ്ഞു, എനിക്ക് അച്ഛനെ മതി, കണ്ണ് കാണാത്ത അച്ഛനെ മതി. എന്നിട്ട് ആ അച്ഛനോട് പറഞ്ഞു, അഡോൾഫ് ക്ലെമന്റ് എന്നാണ് അച്ഛന്റെ പേര്, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നാളെ കുർബാന ചെല്ലണം, എന്റെ കൂടെ വരണം. അച്ഛൻ പറഞ്ഞു, എനിക്ക് കുർബാന ചെല്ലാൻ പറ്റില്ല, കണ്ണ് കാണത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? അച്ഛൻ നാളെ കുർബാന ചെല്ലുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛന്റെ കണ്ണിനെ കാഴ്ച തിരിച്ചു കിട്ടി. കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് അച്ഛൻ നാളെ ചെല്ലുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പറ്റിയെന്ന് തോന്നിയില്ല. അച്ഛൻ അത് അനുസരിച്ചു. അച്ഛനെ കണ്ണിന് കാഴ്ച തിരിച്ചു. ഇത് വലിയൊരു സംഭവമാണ്. നമ്മുടെ പ്രത്യേകിച്ച് റിലീജിയസ് ലൈഫിലെ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. അടയാളങ്ങളാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു പുതിയ ദേവാലയത്തിലേക്ക്. ഇതൊരു മിറക്കിളായിട്ട് കണ്ടു ജനം. തീർച്ചയായിട്ടും 100% ജനം ഊത്തടിച്ച് കയറാൻ തുടങ്ങി. വലിയൊരു പള്ളിക്ക് വേണ്ടി അവർ ചോദിക്കുന്നു. അങ്ങനെയാണ് ഈ വലിയ ദേവാലയത്തിലേക്കുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സെയിന്റ് ജോസഫിന്റെ പേരിലുള്ള ഓറട്ടറി മോൺട്രിയലുള്ളതായിട്ട് പണിയപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് എത്ര വർഷം അവിടെ ജോലി ചെയ്തു? 1917 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു പള്ളിയാണ് പണിത്. അത് കഴിഞ്ഞിട്ട് ഒരു 50 വർഷം കൊണ്ട് 10,000 പേർക്ക് നിൽക്കാവുന്ന, കുർബാനയ്ക്ക് 10,000 പേർക്ക് നിൽക്കാവുന്ന ഒരു പള്ളിയാണ് പണിത്. ജോമനച്ചനുള്ളിപ്പാണ് ഞാൻ അവിടെ ഒരു ആരാധന നടത്തിയത്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അവിടെ ഒരു ആരാധന നടത്താനുള്ള ഒരു അവസരം ഈശോ തന്നിരുന്നു. ചെയ്തായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ മുമ്പ്
അപ്പം ബ്രദർ ആൻഡ്രേ അതിന്റെ ഇടയ്ക്ക് മരിക്കുന്നു. 1937 ജനുവരി 6 തീയതിയാണ് ബ്രദർ ആൻഡ്രേ മരിക്കുന്നത്. ഒത്തിരി മഞ്ഞും തണുപ്പുള്ള സമയമാണ്. 1 മില്യൺ ആൾക്കാർ അവിടെ അദ്ദേഹത്തെ കാണാനായിട്ടും ഈ ഫ്യൂണറലിൽ സംബന്ധിക്കാനായിട്ടും ഒക്കെ വരുവാണ്. ഏറ്റവും വലിയ മരിച്ചിടക്കാണ് കാനഡയിലെ. 10 ലക്ഷത്തോളം ജനം അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത്രമാത്രം അദ്ദേഹത്തിന്റെ വിശുദ്ധി ആ രാജ്യം മുഴുവനും കത്തിപ്പടർന്നു എന്നുള്ളതാണ് അല്ലെ. അതിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ വർഷവും അവിടെ വരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും അച്ചട്ടമാണ്. ഒരുപാട് സ്പർശിച്ചൊരു കാര്യം, ഞാന് 2014 ടൊറന്റോയില് ഡിവൈൻ ധ്യാന കേന്ദ്രം പണി ആരംഭിക്കാൻ വേണ്ടി എന്നെ അധികാരികൾ അയക്കുമ്പോൾ അവിടെ ഈ ധ്യാന കേന്ദ്രം കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2.5 മില്യൺ കടബാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ സെന്റ് ആൻഡ്രയുടെ ഈ സെന്റ് ജോസഫിന്റെ ഓറട്ടറിയിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാനോട് വന്നിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും ഓർക്കുന്നുണ്ട് ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ധ്യാന കേന്ദ്രത്തെ ഇമാക്കുലേറ്റ് ഗാർഡൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ ഈ സെന്റ് ആൻഡ്രയുടെ അടുത്ത് നിന്ന് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു അത്ഭുതം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ കടബാധ്യത വീട്ടാവുന്ന രീതിയിൽ ദൈവം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ സ്പർശിക്കുകയും അവര് $2 മില്യൺ ഗിഫ്റ്റായിട്ട് എനിക്ക് കൊണ്ടുതരായിരുന്നു. ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണം തീർച്ചയാണ്. അതായത് ഏജ് ബാർ ഇല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും അത്ഭുതങ്ങളായി. പ്രായമായ അവർക്ക് നടക്കത്തില്ലാത്തവർ എഴുന്നേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർ ക്യാൻസർ പോകുന്നു, പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് പഠിക്കാൻ പറ്റുന്നു. പേപ്പർ, അതായത് ഇമിഗ്രേഷനിൽ പേപ്പർ ഇഷ്യൂസ് ഉള്ള അവരുടെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നു. അങ്ങനെ അത് പിള്ളേർ മക്കളില്ലാത്തവർ 5, 8, 10 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരൊന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വിശുദ്ധ ആൻഡ്രയുടെ തിരുശേഷ ടൂമ്പൊക്കെ അവിടെ ഉള്ളു. അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും മക്കളുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഓർക്കുന്ന കാര്യം, ഞാൻ ലോകത്തില് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഇതുപോലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ സെന്റ് ജോസഫ് ഓറട്ടറിയുടെ ആ ബ്രദർ ആൻഡ്രയുടെ പേരുള്ള ആ ഒരു ഓറട്ടറിയുടെ അകത്ത് ആ പള്ളിയുടെ റൂഫ് ടോപ്പ് മുഴുവനും വാള് മുഴുവനും രോഗികൾ സുഖപ്പെട്ടിട്ട് തിരിച്ചു പോയതിന്റെ വാക്കിംഗ് സ്റ്റിക്കുകൾ, വീൽ ചെയറുകൾ ഇതൊക്കെ അവിടെ ഇട്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ്. അതൊരു കാഴ്ചയാണ് തീർച്ചയായിട്ടും. ഒരു വോട്ടിഫ് ചാപ്പൽ, അത് തിരി കത്തിക്കുന്ന ഒരു ചാപ്പലുണ്ട്. അവിടെ 10,000 തിരികളാണ് കത്തുന്നത്. 10,000 തിരികൾ. അപ്പൊ അതിന്റെ ഭിത്തിയിലെല്ലാം ഈ വാക്കിംഗ് സ്റ്റിക്കുകളെല്ലാം കാരണം ഇതെല്ലാം ആൾക്കാർ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവര്, കിടപ്പ് രോഗികള്, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ആയിട്ട് വന്നവര് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട് അത് അവിടെ ഇട്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പം അത് ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യം, അന്ന് സംഭവിച്ച എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. അദ്ദേഹം വിശുദ്ധനായിട്ട് മാറിയത് 2010 2010 ഒക്ടോബർ 17 തീയതിയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. 16 മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം മോൺട്രിയോളിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചൊരു താങ്ക്സ് ഗിവിംഗ്, ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു സെലിബ്രേഷനോ കുർബാന ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 70,000 ആൾക്കാർ ഒന്നിച്ചുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞു. അവിടെയാണ് ഈ മേജർ റെലിക് തിരുശേഷം ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്, പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും, ഇപ്പം പല പള്ളികളിലേക്കും, കോളേജുകളിലെ സ്കൂളുകളിൽ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് റെലിക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് അതൊരു റിവൈവൽ, ഭയങ്കര ഒരു എന്താ പറയുക റീവാഞ്ചലൈസേഷൻ റിവൈവൽ ഇതിന്റെ മാസത്തിൽ നടക്കുന്നുണ്ട്. റെലിക്ക് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന പ്രസൻസ്, സ്വർഗത്തിലുള്ള പ്രസൻസ് തന്നെയാണല്ലോ അവിടെ ഉള്ളത്. ജുമലിച്ച ഞാനേ ഒരു കാര്യം ഈ പലർക്കും അറിയത്തില്ല, ഈ ഒരു ആളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വലിയ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ വാഴ്ത്തപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതം നടക്കണമെന്നുണ്ട്. അതിന് കാരണം ഈ അത്ഭുതത്തിലൂടെയാണ് വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നത് ഈ വ്യക്തി സ്വർഗത്തിലാണെന്നും ആ വ്യക്തിയുടെ മധ്യസ്ഥം ദൈവം സ്വീകരിച്ചു എന്നുള്ള അടയാളമായിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ആൻഡ്രേ വാഴ്ത്തപ്പെട്ടവനായിട്ടും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും അത്ഭുതം പങ്കുവയ്ക്കാമോ? ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അംഗീകരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങള് ഈ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആയിരിക്കണമല്ലോ. അതാണ് ഭയങ്കര. ഈ ന്യൂയോർക്കിലെ ഒരാൾ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ്, ക്യാൻസർ സ്റ്റേജിൽ എല്ലാം തള്ളപ്പെട്ടു, സയന്റിഫിക് ആയിട്ട് മരിച്ചു പോകുന്ന സ്റ്റേജാണ്. ആ സ്റ്റേജില് പ്രധാനപ്പെട്ട നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്ക് അസുഖം കംപ്ലീറ്റ് ഭേദമാവുന്നു, നടക്കുന്നു. അങ്ങനെ ഒരു അത് വത്തിക്കാൻ അപ്രൂവ് ചെയ്യുകയാണ്. ക്യാൻസർ രോഗി ഫൈനൽ സ്റ്റേജിൽ വൈദ്യശാസ്ത്രം
ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ അതുപോലെ കാനനൈസേഷന് കാരണമായ അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ആക്സിഡന്റ് വന്നിട്ട് ബൈക്ക് ആക്സിഡന്റ് വന്നൊരു കുട്ടി ചെതറപ്പെട്ട് കോമയിലായിട്ട് കിടന്നു മാസങ്ങളോളം. ഇത് കാനനൈസേഷൻ. അപ്പൊ അത് കംപ്ലീറ്റ് മരിച്ചു എന്നുള്ള കോമ സ്റ്റേജ് അല്ലെങ്കിൽ ഇനി ജീവിതം ഇല്ലെന്നുള്ള ഒരു സ്റ്റേജിൽ എത്തി മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞതാണ്. അവിടെ ആക്കാനുള്ള ഈ ഒരു നാമത്തിന്റെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അയാള് ബ്രദർ ആന്റണിയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ കുട്ടി കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യം പ്രാപിക്കുന്നു, തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. ആള് കാനനൈസേഷനിൽ പങ്കെടുക്കുകയാണ്. 2010 കാനനൈസേഷനിലെ ഈ സുഖപ്പെട്ട വ്യക്തി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ആ നാമകരണ നടപടി ചടങ്ങിലെ ദിവ്യബലിയിൽ പങ്കെടുത്തു. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം കോമയിൽ കിടന്നൊരു വ്യക്തിയാണ് എഴുന്നേറ്റത്. ഇത് തന്നെ വലിയൊരു തെളിവാണ് പ്രിയപ്പെട്ടവരെ. അതായത് നമ്മൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്ര വലിയ അത്ഭുതങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് വിശുദ്ധ ബ്രദർ ആൻഡ്രേ ബെസറ്റിന്റെ മധ്യസ്ഥതയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 100% അതിൽ വിശ്വസിക്കാം. നമ്മളെ കാണുന്ന ഓരോ ദിവസവും ഞാൻ പേഴ്സണലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ആയിരങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കര അക്ഷതമായിട്ട് ജോമനച്ച അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യില് അച്ഛന്റെ കയ്യില് വിശുദ്ധ ആൻഡ്രേ ബെസറ്റിന്റെ ഫസ്റ്റ് ക്ലാസ് ഒറിജിനൽ റെലിക്ക് തിരുശേഷിപ്പ് അച്ഛന്റെ കയ്യിലുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ സങ്കടങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ എന്തുമാകട്ടെ, ഈ നിമിഷം ജോമനച്ചൻ വിശുദ്ധ ആൻഡ്രേ ബെസറ്റിന്റെ ഈ തിരുശേഷിപ്പ് ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ വിശുദ്ധ ആൻഡ്രേ ബെസറ്റിന്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും മോണിറ്ററിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ മധ്യസ്ഥത്തില് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങളിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ തിരുനാമത്തിൽ ഒന്നിച്ചോടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളവരുടെ ശക്തിപ്പെടുത്തണമേ, നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ മധ്യസ്ഥത്തില് എല്ലാ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകുന്നതിനായിട്ടുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും ഈശോയെ ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ഒന്നായിട്ട് തീർക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ജോമനച്ച. ഗുഡ്നസ് ടെലിവിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചെലവിട്ടതിലും ഇത്രയും വലിയ മിറക്കിൾ വർക്കിംഗ് മാനായ വിശുദ്ധ ആൻഡ്രേ ബെസറ്റിന്റെ ജീവിതകഥ പങ്കുവച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.